ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി, അതും വറുത്തരച്ച കോഴിക്കോടൻ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. നിങ്ങൾ തമ്മനയിൽ കണ്ട അതേ സാധനം ഒരു 10 മിനിറ്റിൽ നമ്മളെല്ലാം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 4-5 സവാള, 1 കിലോ ചിക്കൻ ആണെങ്കിൽ 5 സവാള, ഒരു 3 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. അടുപ്പിലോട്ട് ഒരു പാത്രം വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ വീത്താം. അതിനുശേഷം വെളിച്ചെണ്ണയാണ് വീത്തി കൊടുക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് ഉലുവ, അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പിലോണ്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ മെയിൻ സാധനം ഈ തേങ്ങ ചിരകിയത്, അത് കുറച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒരു ഗോൾഡിഷ് കളറാകുമ്പോൾ നമുക്കതിനെ അതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്, ചതച്ചത്. അതിനകത്ത് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലോണം വാടി വന്നപ്പോൾ നമ്മൾ റൗണ്ടിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഏകദേശം ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വയണയിലയും കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി. അതിനുശേഷം അതിനകത്ത് കുറച്ച് പച്ച മസാലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി. എന്നിട്ട് അതിനകത്ത് നമ്മൾ സവാള, ബാക്കിയുള്ള ഇഞ്ചി പേസ്റ്റാക്കി വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി അതൊന്ന് ഒരു വാടി വന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഫ്രഷ് ചിക്കനാണ്. ഫ്രഷ് ചിക്കൻ ഒരു ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു, 1.5 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു. ഇത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കറിയിൽ ചേർത്ത് കൊടുക്കാനുള്ള മല്ലിയില നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ വാപ്പായാണ് ചെയ്ത്. ഇനി നമ്മൾ മരിച്ചിന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള അരപ്പ് ചേർക്കാം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത് ഇത്രയും കൂടി ഇട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുത്ത് ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച മരിച്ചിനിക്കകത്ത് അതും കൂടെ വിറ്റ് നല്ലോണം മിക്സ് ആക്കി കൊടുത്ത് ഇവിടെ അടുത്ത സൈഡിൽ വാപ്പ എന്ത് ചെയ്യാണ്, സാലഡിനുള്ള സാധനങ്ങൾ ക്യാരറ്റ്, തക്കാളിയൊക്കെ അരിയാണ്. ഞാനിവിടെ പാത്രം കഴിയാണ് ഗൈസ്. ഇത് മൊത്തം എന്നിട്ട് ഞാനാണ് അരിഞ്ഞതെന്ന് പറയാം. എന്നിട്ട് എൻ്റെ കൈ മുറിന്നൊക്കെ ഞാൻ പറയുന്നത്. എന്നിട്ട് അടുത്തതെല്ലാം വാപ്പ അതെല്ലാം ഞാൻ പാത്രത്തിലാക്കി മാറ്റി വെച്ച് ഇനി അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് നാരങ്ങ നീരും എണ്ണയും കൂടെ വാപ്പ വീത്തി മിക്സ് ചെയ്ത് വെച്ച് വാപ്പ പോയി ഇല വെട്ടിക്കൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് ചിക്കൻ ഇവിടെ തിളച്ചു. മരിച്ചിന് നമ്മളെ വേവിച്ച് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല ഉടച്ചെടുത്ത മരിച്ചിനിക്കകത്ത് കുറച്ച് എണ്ണ വീത്തി ഇട്ട് കൊടുത്ത് അതുപോലെ ഉപ്പും എണ്ണയും കൂടി ഇതിലും വീത്തി നല്ലോണം മിക്സ് ആക്കി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബാക്കി അരപ്പ് നമ്മൾ ചേർക്കാൻ പോകണം. ചിക്കനിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല മിക്സ് ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് നാരങ്ങ നീരുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, അത്യാവശ്യം നമ്മൾ കൂടുതൽ മല്ലിയിലയും കരിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. മണ്ടയിലായിട്ട് നാരങ്ങ നീരുകൊണ്ട് പിഴിഞ്ഞ് വീത്തിയിട്ടുണ്ട്. അപ്പം കറി സെറ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു 10 മിനിറ്റ് മതി ഇതൊന്ന് സെറ്റായി വരാൻ. അതിനുള്ളിൽ നമുക്ക് വയറ് വിശന്ന് നമുക്കിത് കണ്ടാൽ തന്നെ എനിക്ക് കോരി കഴിക്കാം. ഇപ്പോഴും എനിക്ക് തിന്നാൻ തോന്നുന്നു ഗസ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില, ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, കിടിലായിരുന്നു. ഞങ്ങളൊരു ഇല വെട്ടി ചോറും നല്ല മരിച്ചിന് ഉടച്ചതും പിന്നെ ചിക്കൻ കറിയായിട്ട് ഉച്ചയ്ക്ക് ഒരു പിടി പിടിച്ച് കഴിച്ചു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സൺഡേയിൽ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.